അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരം മത്തിക്കറിയും പുള്ളിക്കറിയും ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ മുറിക്കുന്ന സമയത്ത് മക്കൾ തന്നെ വന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അവർ സ്കൂളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുറിക്കുന്നത്. നമ്മൾ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് മിന്നു വരുന്നുണ്ട് കേട്ടോ. മിന്നു ഇന്നലെ അവരെ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പുതുടുക്കൻ്റെ പ്രസാദം കൊണ്ട് വന്നതാണ്. നല്ല ടേസ്റ്റിൽ അടയായിരുന്നു. പക്ഷെ പുതുടുക്കൻ്റെ അട അന്ന് തന്നെ വൈകുന്നേരം കഴിക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് ഉറപ്പ് വരും. കപ്പേനെയാണ് കേട്ടോ നമ്മൾ പൊള്ളി എന്ന് പറയല്. വേവിക്കാൻ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കൂ. അത് വേകുമ്പോഴത്തേക്ക് മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു നമ്മൾ. അതിനുവേണ്ടി ആദ്യം മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും പുളിയും ചേർത്ത് അരച്ചെടുക്കും. ഇനി എന്നെ കറി വെക്കാൻ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അവളെ അമ്മമ്മേരെ വീട്ടിൽ പോയ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. മോനാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ക്യാമറമാൻ കണ്ണനോടൊപ്പം മിന്നു. ഉള്ളി, തക്കാളി, മുളക്. ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ടാന്നുള്ളതെല്ലാം പറയുന്നത്. ഇതിനിപ്പം ഇഞ്ചി ചതച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ. വെളുത്തുള്ളി അവസാനം ചേർക്കുന്നതാണ്. അതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ചേർക്കാം. കറി തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് കറി ഒഴിച്ചാൽ നല്ല ടേസ്റ്റും മണമാണ് കറിക്ക്. പൊള്ളി പോകുമ്പോഴത്തേക്ക് ഇല പറിക്കാൻ പോയി പോകുമ്പോഴത്തേക്കാണ് നമ്മൾ തേനീച്ചയുടെ കൂട് കണ്ടത്. വേണ്ട, തായറങ്ങ അതിന്റെ മുകളിൽ തേനീച്ച. നിന്റെ തലയുടെ മുകളിൽ നോക്ക്. കണ്ടു നോക്കിയോ? ഈ ഇലേനെ നമ്മൾ കുറുക്കുട്ടി ചപ്പല അല്ലെങ്കിൽ അപ്പച്ചപ്പല എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലെല്ലാം എന്തി പറയുന്നതെന്ന് പറയണം. ആ കിണറ്റിൽ മുമ്പ് ഒരു 2 പെരുമ്പാമ്പ് ഉണ്ടായിരുന്നു. ആ കാര്യമെല്ലാം മക്കളോട് പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. അപ്പോഴത്തേക്ക് പുള്ളി വന്നിട്ടുണ്ടായിന്. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കുറച്ച് തേങ്ങയിട്ട് തിളക്കി അതിലേക്ക് കടുകും കറിവേപ്പിലയും ക്രഷ് ചെയ്ത് വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്ത് പൊട്ടിച്ചൊഴിച്ചു.
കുറച്ച് പച്ചക്കറിയും കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. അതിന് വെള്ളം ഒഴിക്കാൻ പോയി മക്കളും ഞാനും കൂടി. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മളെല്ലാവരും കൂടി കുറച്ച് സമയം കൂടും കേട്ടോ. അവിടെ നിന്ന് ഉള്ളതെല്ലാവരും കൂടി കഴിക്കാമെന്ന് പറഞ്ഞ് അവരെയും കൂടി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.